ടോബി ജോൺസൺ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കൊപ്പം പങ്കുവയ്ക്കും. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞു. അല്പസമയം മുമ്പ് ഇപ്പോൾ കല്ലറയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലുള്ള പ്രാർത്ഥനകൾ നടക്കുകയാണ്. അവിടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ, യുവ നേതാക്കളും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആശ്വാസ വാക്കുകൾ കേട്ട അല്ലെങ്കിൽ അദ്ദേഹം ചേർത്ത് പിടിച്ച ആളുകളെല്ലാം തന്നെ ഈ പള്ളി മുറ്റത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ കാണാം ഇവിടുത്തെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ കാരുണ്യ പദ്ധതികൾ ഇവിടെ നിന്നും തുടക്കം കുറിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. KSU പ്രവർത്തകർ ഇവിടെ എത്തി വീൽ ചെയർ നൽകുന്ന ഒരു പദ്ധതി ഇവിടെ തുടങ്ങുന്നു. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി അല്പസമയം മുമ്പ് സമീപത്ത് നടന്നു. ഡയാലിസിസ് കിറ്റുകൾ നൽകുന്ന പദ്ധതികൾ, അങ്ങനെ വിവിധ കാരുണ്യ പദ്ധതികളുടെ ഒരു തുടക്കം കൂടി ഈ പള്ളിമുറ്റത്ത് നിന്ന് ഇന്നേ ദിവസം തുടങ്ങുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ പുതിയ വീട്ടിൽ നമുക്കറിയാവുന്നതുപോലെ ആ പണിതീരാത്ത വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പദ്ധതികളും, ഗവർണർ പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങ് 11 മണിക്ക് ആരംഭിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പരിപാടികളുമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ കോട്ടയത്തെ DCC പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് DCC സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികൾ? പ്രിയങ്കരനായ നേതാവിനെ അനുസ്മരിക്കുന്നതിന് വിപുലമായ പരിപാടികളാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത 363 ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് ആരംഭിച്ച് 20-ാം തീയതി വൈകുന്നേരം അവസാനിക്കുള്ളൂ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോട്ടോ എക്സിബിഷൻ, അതൊരു വലിയ പരിപാടി. കോട്ടയത്ത് ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടി പങ്കുവെക്കാൻ, അദ്ദേഹം നമ്മളിൽ നിന്നും വേർപെട്ടു എന്ന ഒരു തോന്നൽ ഇതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടില്ല. എന്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹം എന്നെ ഒരു സഹോദരനെ കാണുന്നത് പോലെ, ഒരു മകനെ കാണുന്ന പോലെ എന്നെ കണ്ടിട്ടുള്ളത്. എന്റെ ഏറ്റവും വലിയൊരു അനുഭവം അദ്ദേഹമായിട്ട് ഒന്നിച്ച് ജയിലിൽ ഒരു സമരം ഞങ്ങൾ നടത്തി. ജയിലിൽ കിടന്നു 7 ദിവസം. അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പരിപാടികളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും. അതാണ് DCC പ്രസിഡന്റ് വാക്കുകളാണ്. അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ ഇവിടെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നു. നിരവധി ആളുകൾ, നമുക്ക് ഈ പള്ളിമുറ്റത്ത് നിറയെ ആളുകളാണ്. ഒരുപക്ഷെ ഒരു വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പദ്ധതികൾ തുടക്കം കുറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചാണ്ടിയുമ്മൻ കൂടി നമ്മളോടൊപ്പം ചേർന്നു. ഈ ഒരു ദിവസം ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ തുടങ്ങുന്നു. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചാൽ അത് സാധിക്കുമെന്നാണ് തെളിയിക്കുക. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേര് ചെയ്യും. ഈ മണ്ഡലത്തിൽ എല്ലാ വാർഡിലും ഇന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം അതിനുശേഷമാണ് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. വിവിധ പദ്ധതികൾ, കാരുണ്യ പദ്ധതികളൊക്കെ പലതും ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് കണ്ടു. അതൊക്കെ ഒരു അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എത്രത്തോളം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ദിവസം. ഇന്ന് തന്നെ ഞങ്ങൾ 3000 കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിന് തുടക്കമാണ്. ഞാൻ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. 24-ന് ബാക്കിയുള്ള കുട്ടികൾക്ക് മണ്ഡലത്തിൽ കൊടുക്കും. അതുപോലെ ബാക്കി സെപ്റ്റംബർ 8-ന് അങ്ങ് പുതുപ്പള്ളി തന്നെ ഒരു 1000 പേർക്ക് വേറെ കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 22-ന് 23-ന് 22 ഉച്ചയ്ക്ക് ശേഷം കൊടുക്കുന്നുണ്ട്. ഇന്ന് മീനടം പഞ്ചായത്ത് നേതൃത്വത്തിൽ, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 5 ടൺ അരി കൊടുക്കുകയാണ്. നവജീവൻ ട്രസ്റ്റിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ പരിപാടികൾ അനൗൺസ് ചെയ്തതിനു ശേഷം ഒരു വ്യക്തി സ്വന്തം വീട് കൊടുക്കുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുക. സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂര് 10 സെന്റും ആയിട്ട് തരാൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് ഒരു അനാഥ ബന്ധം, അങ്ങനെ ഒത്തിരി പേര് താല്പര്യം പഠിച്ചു വന്നിരിക്കും. അതിനുശേഷം 4 ലക്ഷം രൂപയുടെ മരുന്ന് കൊടുക്കുവാൻ വെള്ളറടയിൽ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് ആൾക്കാർ വരും. അപ്പോൾ ഫൗണ്ടേഷന്റെ പേര് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം ഒത്തിരി പേരെ സഹായിക്കുവാൻ ഇന്ന് മറ്റുള്ളവർ തയ്യാറായിട്ട് മുന്നേ വന്നു. നിങ്ങൾക്കറിയാം, 1.5 ഏക്കർ ഭൂമിയാണ് ഇന്ന് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കിട്ടുന്നത്. 1 ഏക്കർ ഭൂമി വാകത്താനം പഞ്ചായത്തിൽ ഭൂരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ടും 50 സെന്റ് ഓൾറെഡി തന്ന് ഞങ്ങൾ മാളികക്കൽ ട്രസ്റ്റുമായി ചേർന്ന് അവിടെ ഒരു ടർഫ് പണിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരെ സഹായിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ മരണശേഷവും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും അധികം കാര്യം നടക്കുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. 50 വീടുകൾ ഞാൻ നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പണി
ഇന്നും പലതിൻ്റെ പണി തുടങ്ങുന്നു, ഇന്ന് ചിലത് പൂർത്തിയാവുന്നു, കന്യാകുമാരിയിൽ പൂർത്തിയായി കഴിഞ്ഞു ഇന്ന്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ്, അതായത് ഉമ്മൻചാണ്ടി എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് മകനും പുതുപ്പള്ളിക്കാരും എല്ലാം അവരുടെ ദൗത്യങ്ങൾ തുടരുകയാണ്. എന്തായാലും ഈ പള്ളിമുറ്റത്ത് ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചരമവാർഷികത്തിൽ ഉമ്മൻചാണ്ടിയെ അടുത്തറിയാൻ. SKN പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലുള്ളത്. അല്പം മുമ്പ് VM സുധീരൻ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന അർപ്പിക്കാനെത്തി. പല നേതാക്കന്മാരും, കോൺഗ്രസിൻ്റെ തലമുതിർന്ന പല നേതാക്കന്മാരും പുതുപ്പള്ളിയിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ 1 കൊല്ലം തികയുന്ന ഓർമ്മദിനത്തിൽ.